ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകങ്ങൾ 12, 13, 14, 15. 4 ശ്ലോകങ്ങൾ ആദ്യമേ നമുക്ക് ഒന്ന് ജപിക്കാൻ പഠിക്കാം. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായേഭ്യോ യോ പുങ്ക്തേ തേന ഏവ സഃ. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വകം പാപാ യേ ഭജന്ത്യാത്മകാരണാത്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മസമുദ്ഭവഃ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഈ ശ്ലോകങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും കേൾക്കണം. ഹരേ കൃഷ്ണ. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായേഭ്യോ യോ പുങ്ക്തേസ്തേന ഏവ സഃ. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ ഭുഞ്ജതേ തേ ത്വകം പാപാ യേ ഭജന്ത്യാത്മകാരണാത്. അന്നാദ് ഭവന്തി ഭൂതാനി പർജന്യാദന്നസംഭവഃ യജ്ഞാദ് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മസമുദ്ഭവഃ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഭഗവാൻ ഇവിടെ യജ്ഞത്തെക്കുറിച്ച് പറയുകയാണ്. യജ്ഞങ്ങൾ കൊണ്ട് സംപ്രീതരായ ദേവന്മാർ നിങ്ങൾക്ക് സുഖജീവിതത്തിന് വേണ്ടുന്നതൊക്കെ പ്രദാനം ചെയ്യും. ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് സുഖമയമായ ഭൗതിക ജീവിതം മനുഷ്യന് ലഭിക്കുന്നു. ഐശ്വര്യദേവത കനിഞ്ഞാൽ അഹങ്കാരവും ഉണ്ടാകും. ഐശ്വര്യമതം കൊണ്ട് സ്വയം മറക്കുന്ന മനുഷ്യൻ ലൗകികമായ സുഖാനുഭൂതികളിൽ മുഴുകും. അങ്ങനെ വിഷയലോലുപനായി ധാർമ്മിക കൃത്യങ്ങളിൽ നിന്നകന്ന് അധപ്പതിക്കും. ഒരു കള്ളനായി തന്നെയാണ് അവനെ കരുതേണ്ടത്. ഭൗതിക ജീവിതത്തിൽ ഒരു കള്ളന് അനുഭവിക്കേണ്ടി വരുന്ന ശിക്ഷ ആന്തരികമായി അവൻ അനുഭവിക്കും. ദേവന്മാരുടെ അനുഗ്രഹ ഫലമാണ് മനുഷ്യൻ അനുഭവിക്കുന്ന സകല പദാർത്ഥങ്ങളും. ഭക്ഷണ പദാർത്ഥങ്ങളും സുഖഭോഗത്തിനുള്ള മറ്റ് എല്ലാ വസ്തുക്കളും ദേവന്മാരുടെ വരദാനമാണ് അർജുന എന്ന് പറയുകയാണ്. ആ ശക്തികളുടെ സഹായമില്ലാതെ ഒരു കടുകുമണി പോലും സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിവില്ല. അതിവൃഷ്ടി, അനാവൃഷ്ടി മുതലായ ഈതിബാധകൾ ദേവതാ കോപത്തിന്റെ ഫലമായി തന്നെ ഇന്നും കരുതിപ്പോരുന്നു. മനുഷ്യന്റെ അധാർമികമായ കർമ്മങ്ങൾ അത്തരം കെടുതികൾക്ക് കാരണമാകുന്നുവെന്ന് പരക്കെ വിശ്വസിക്കപ്പെടുന്നു. ഈശ്വരാർപ്പണമായി വിഹിത കർമ്മങ്ങൾ യജ്ഞരൂപത്തിൽ അനുഷ്ഠിച്ച് മാനവലോകത്തിന്റെ യോഗക്ഷേമം നിലനിർത്തേണ്ടത് ഓരോ വ്യക്തിയുടെയും കർത്തവ്യമാകുന്നു. 13-ാമത്തെ ശ്ലോകം. യജ്ഞത്തിൽ ശേഷിക്കുന്ന ഭോജ്യങ്ങൾ ഭക്ഷിക്കുന്ന സജ്ജനങ്ങൾ സകല പാപങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കുന്നു. അവനവന്റെ ഉദരപൂരണം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ആഹാരം പാകം ചെയ്യുന്ന പാപികൾ പാപത്തിന്റെ മാത്രം ഭോക്താക്കളാകുന്നു. ഒരു ഗൃഹസ്ഥൻ അവശ്യം അനുഷ്ഠിക്കേണ്ടുന്ന പഞ്ചയജ്ഞങ്ങളുണ്ട്. അവയ്ക്ക് വേണ്ടി ഈശ്വരാർപ്പണമായ കർമ്മമായി കരുതി പാകം ചെയ്യുന്ന ഭക്ഷണം കൊണ്ട് യജ്ഞം നടത്തിയിട്ട് ശേഷിക്കുന്ന ആഹാരം ഭക്ഷിക്കുന്നവൻ പാപങ്ങളിൽ നിന്ന് മോചനം നേടുന്നു. സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ സ്വന്തം ഇന്ദ്രിയങ്ങളുടെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കി പാകം ചെയ്ത് ഭക്ഷിക്കുന്നവർ പാപത്തിന്റെ പങ്കാളികളാകുന്നു. ആ ഭക്ഷണം വിഷമയമാകുന്നു. അതായത് നമ്മൾ ഉണ്ടാക്കുന്ന അന്നം ഈശ്വരാർപ്പണമായി ആ ഭഗവാന് നേദിച്ചിട്ട് നമ്മൾ കഴിക്കുകയും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണത്തിന്റെ വിഹിതം പക്ഷിമൃഗാദികൾക്ക് കൊടുക്കുകയും ഒരു നേരത്തെ അന്നം ഇല്ലാത്തവർക്ക് കൊടുക്കുകയും ചെയ്യണം എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ യജ്ഞമെന്ന പദം വേദവിഹിതമായ യജ്ഞകർമ്മങ്ങളെ മാത്രം കുറിക്കുന്നതല്ല എന്ന് വീണ്ടും പറയുകയാണ്. ആത്മസാക്ഷാത്കാരമെന്ന മഹത്തായ ലക്ഷ്യം മുൻനിർത്തി സർവത്ര ഈശ്വരബുദ്ധിയോടെ നിർവഹിക്കപ്പെടുന്ന സ്വധർമാനുഷ്ഠാനം യജ്ഞമാകുന്നു. ഈ വിധം അനുഷ്ഠിക്കപ്പെടുന്ന ധർമാനുസൃതമായ കർമ്മത്തിന്റെ ഫലം യജ്ഞശിഷ്ടമാകുന്നു.
അത് ഈശ്വരവിഹിതമാണെന്നുള്ള വിചാരത്തോടെ ആസക്തിയോ വിദ്വേഷമോ കൂടാതെ സ്വീകരിക്കുന്നവർ കിൽബിഷങ്ങളിൽ നിന്ന് മുക്തരാകുന്നു. ഇവിടെ കിൽബിഷം എന്ന പദം പാപപുണ്യങ്ങളെയാണ് പറയുന്നത്. പാപം മാത്രമല്ല, പുണ്യവും ബന്ധകാരണമാകുന്നു എന്ന് ഓർക്കണം. സ്വാർത്ഥലാഭം ലക്ഷ്യമാക്കി അനുഷ്ഠിക്കുന്ന സത്കർമ്മത്തിന് വല്ല പുണ്യഫലവുമുണ്ടെങ്കിൽ അത് അഹങ്കാരം, മതം, മമത, മാത്സര്യം മുതലായ കൊണ്ട് ദൂഷിതമായി പാപസമാനമാകുന്നു. ആ പുണ്യഫലങ്ങളുടെ നേർക്കുള്ള മമത പുനർജന്മത്തിന് നിദാനമായിത്തീരുന്നു. അനന്തമായ ജീവിത ലക്ഷ്യങ്ങളുള്ള അജ്ഞാനികൾ ഈശ്വരബുദ്ധി വെടിഞ്ഞു ഫലാസക്തിയോടെ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾ അധാർമികവും പാപഫലപ്രദവുമാകുന്നു. അവരുടെ ഭേദബുദ്ധി സമൂഹത്തിന്റെ അധപ്പതനത്തിനു കൂടി ഹേതുവാകുന്നു. കർത്താവായ ഞാൻ തന്നെ ഭോക്താവുമായിരിക്കണമെന്ന മോഹം രാഗദേശാത്മകമായ കർമ്മവാസനകളെ സഞ്ചയിപ്പിക്കാൻ ഇട നൽകുന്നു. ഈ വിധം ശേഖരിക്കപ്പെടുന്ന കർമ്മവാസനകൾ ജനന മരണങ്ങളുടെ ആവർത്തിരൂപമായ സംസാര ചക്രത്തിൽ ആത്മാവിനെ പതിപ്പിക്കുന്നു. 14-ാമത്തെ ശ്ലോകത്തിലും 15-ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ സകല ജീവരാശികളുടെയും ഭക്ഷണത്തിനു വേണ്ടി സസ്യങ്ങളെ ആശ്രയിക്കുന്ന കാര്യങ്ങൾ പറയുകയാണ്. സകല ജീവരാശികളും ഭക്ഷണത്തിനു വേണ്ടി സസ്യലോകത്തെ ആശ്രയിക്കുന്നു. മുഖ്യമായും ധാന്യങ്ങൾ, പഴങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ മനുഷ്യരുടെ സ്വാത്വിക ആഹാരങ്ങളാകുന്നു. സസ്യവർഗ്ഗങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്നത് മഴയാണ്. ഭൂലോകവാസികൾ അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങളുടെ ഫലമായാണ് യഥാകാലം വർഷപാതമുണ്ടാകുന്നത്. ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങളിലൂടെയാണ് യജ്ഞം നടക്കുന്നത്. കർമ്മം വേദങ്ങളിൽ വിധിക്കപ്പെട്ടിട്ടുള്ളതാണ്. വേദങ്ങളാകട്ടെ പരമ്പൊരുളായ പരമാത്മ ചൈതന്യത്തിൽ നിന്നും ഉണ്ടായവയാണ്. അങ്ങനെ നോക്കുമ്പോൾ സർവവ്യാപിയായ പരമാത്മ ചൈതന്യം യജ്ഞങ്ങളിൽ വർത്തിക്കുന്നു എന്ന് കാണാം. കർമ്മങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ വേദങ്ങളിലുണ്ട്. വേദവിഹിതമല്ലാത്ത കർമ്മം വികർമ്മമാകുന്നു. അത് പാപകരവുമാണ്. ലൗകിക സുഖങ്ങളിൽ ആസക്തരായ മനുഷ്യർക്ക് ആ ഭോഗസുഖങ്ങളെല്ലാം അനുഭവിച്ചിട്ട് പരമാത്മ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഉപായങ്ങൾ തന്നെ വേദങ്ങൾ വിധിക്കുന്നു. ഈശ്വരാർപ്പണ ബുദ്ധിയോടെ വേദോക്തങ്ങളായ വിഹിത കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നാം എപ്പോഴും തയ്യാറാകണം. യജ്ഞമെന്ന പദം വേദവിധിപ്രകാരമുള്ള യാഗാദി കർമ്മങ്ങളെയല്ല, പ്രത്യുത ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണമായി അനുഷ്ഠിക്കപ്പെടുന്ന സ്വധർമ്മത്തെയാണ് ഇവിടെ കുറിക്കുന്നത്. വേദോക്തമായ യാഗാദി കർമ്മങ്ങൾ സാർവത്രികമായി അനുഷ്ഠിക്കപ്പെടുന്നില്ല. എന്നിട്ടും മേഘങ്ങൾ ഉണ്ടാകുന്നു, അവ മഴ പൊഴിക്കുന്നു. സൂര്യൻ, വായു, ആകാശം തുടങ്ങിയ പ്രപഞ്ച ഘടകങ്ങൾ അനുഷ്ഠിക്കുന്ന ഫലാസക്തിയില്ലാത്ത കർമ്മമാകുന്ന യജ്ഞമാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ കാരണം. സൂര്യനും ചന്ദ്രനും ആകാശവും വായുവും വെള്ളവുമെല്ലാം ഫലാസക്തിയില്ലാതെ കർമ്മം ചെയ്യുന്നു. അതുപോലെ മനുഷ്യനും കർമ്മം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഹരേ കൃഷ്ണ. 12-ാമത്തെ ശ്ലോകത്തിന്റെ വാക്കർത്ഥം കൂടി നമുക്ക് നോക്കാം. ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാ ദാസ്യന്തേ യജ്ഞഭാവിതാഹ തൈർദത്താന പ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവ സഹ. യജ്ഞഭാവിതാഹ യജ്ഞത്താൽ പ്രീതരായ ദേവാഹ ദേവന്മാർ, വാഹ നിങ്ങൾക്ക്, ഇഷ്ടാൻ ഭോഗാൻ പ്രിയപ്പെട്ട സുഖാനുഭവങ്ങളെ, ദാസ്യന്തേ ഹി നൽകുമല്ലോ, തൈഹി അവരാൽ, ദത്താൻ നൽകപ്പെട്ടവയെ, ഏഭ്യഹ അവർക്ക്, അപ്രദായ നൽകാതെ, യഹ യാതൊരുവൻ, ഭുങ്ക്തേ ഭുജിക്കുന്നുവോ, സഹ അവൻ, സ്തേനഹ ഏവ സ്തേനഹ ഏവ കള്ളൻ തന്നെയാണ്. ശ്ലോകം 13. യജ്ഞശിഷ്ടാശിനഃ സന്തോ മുച്യന്തേ സർവകിൽബിഷൈഃ പുഞ്ചതേ തേ ത്വകം പാപാ യേ ഭജന്ത്യാത്മകാരണാത്. യജ്ഞശിഷ്ടാശിനഃ യജ്ഞശിഷ്ടമായ അന്നം ഭക്ഷിക്കുന്ന, സന്തഃ സജ്ജനങ്ങൾ, സർവകിൽബിഷൈഃ സകല പാപങ്ങളിൽ നിന്നും, മുച്യന്തേ മോചിക്കപ്പെടുന്നു. തു എന്ന് പറഞ്ഞാൽ എന്നാൽ എന്നാണ് അർത്ഥം. യേ യാതൊരുത്തൻ, ആത്മകാരണ സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രമായി, പജന്തി പാകം ചെയ്യുന്നുവോ, തേ പാപാ ആ പാപികൾ, അഘം പാപത്തെ, ഭുഞ്ചതേ ഭുജിക്കുന്നു. 14-ഉം 15-ഉം കൂടെ ഒന്നിച്ചു പറയാം.
അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞക കർമ്മസമുദ്ഭവഃ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അന്നാത് ധാന്യങ്ങളിൽ നിന്ന്, ഭൂതാനി ജീവരാശികൾ, ഭവന്തി ഉണ്ടാകുന്നു, പർജന്യാത് മേഘത്തിൽ അതായത് മഴയിൽ നിന്ന്, അന്നസംഭവഃ ധാന്യങ്ങൾ ഉണ്ടാകുന്നു, യജ്ഞാത് യജ്ഞത്തിൽ നിന്ന്, പർജന്യക മേഘം അതായത് വർഷം അതായത് മഴ, ഭവതി ഉണ്ടാകുന്നു, യജ്ഞഃ യജ്ഞം, കർമ്മസമുദ്ഭവക നിശ്ചിത കർമ്മത്തിൽ നിന്ന് ഉണ്ടാകുന്നു, ബ്രഹ്മോദ്ഭവം വേദങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്ന്, വിദ്ധി അതായത് വിദ്ധി എന്നാൽ നീ അറിയുക, ബ്രഹ്മ വേദങ്ങൾ, അക്ഷരസമുദ്ഭവം പരബ്രഹ്മത്തിൽ നിന്നുണ്ടായവയാണ്, തസ്മാത് അതുകൊണ്ട്, സർവഗതം സർവവ്യാപിയായ, ബ്രഹ്മ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ വേദങ്ങളെന്നും പരമ ചൈതന്യമെന്നും പരമാത്മാവെന്നും ഒക്കെ അർത്ഥമുണ്ട്, നിത്യം എന്നും യജ്ഞേ യജ്ഞത്തിൽ പ്രതിഷ്ഠിതം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. കുറച്ച് ലോങ് ആയതുകൊണ്ട് ആരും കേൾക്കാതെ പോകരുത്. ഗീത പഠിക്കുവാൻ താല്പര്യമുള്ളവരൊക്കെ തന്നെ ഇത് കേൾക്കണം. ഹരേ കൃഷ്ണ. വലിയ ഈണവും രാഗവും താളവും ഒന്നും വേണ്ട ഗീത പഠിക്കുവാൻ. ഗീത പഠിച്ചാൽ നമ്മൾ എവിടെയും തളരില്ല. ഭഗവാൻ നമ്മുടെ കൈ പിടിച്ച് കൂടെ ഉണ്ടാകും. ഹരേ കൃഷ്ണ.